കോപവും കൊടുങ്കാറ്റും ഒരുപോലെയാണ്. രണ്ടും ശമിച്ചതിനു ശേഷമേ അതുണ്ടാക്കിയ നാശം എത്രയെന്ന് തിരിച്ചറിയാനാകൂ. നമ്മുടെ ജീവിതത്തിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുക. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടി ആവരുത് നമ്മുടെ ജീവിതം. സന്തോഷവും ദുഃഖവും മാറി വരുന്ന ഒരു ചക്രമാണ് ജീവിതം. പ്രയാസമുള്ള സമയം കടന്നു വരുമ്പോൾ ഓർക്കുക, എളുപ്പമുള്ള സമയം തീർച്ചയായും ഉണ്ടാകും. ആഗ്രഹിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല, പക്ഷേ സഞ്ചരിക്കുന്ന വഴിയിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ് ജീവിതം. നമ്മളെല്ലാവർക്കും പ്രിയപ്പെട്ടവർ ആകുന്നത് അവർക്ക് നമ്മളെക്കൊണ്ടുള്ള ആവശ്യങ്ങൾ തീരും വരെ മാത്രമാണ്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും ശല്യം മാത്രമായിരിക്കും. ദുഃഖം സമ്മാനിച്ചു പോയവരാണെങ്കിലും നമ്മുടെ ഓർമ്മകളിൽ എന്നും മനോഹരമായി തുടരുന്ന ചിലരൊക്കെ ഉണ്ടാകും. ഒന്ന് തൊടാൻ പോലും ആകാത്ത വിധം നമ്മുടെ മനസ്സിനുള്ളിൽ ഇന്നും ജീവിക്കുന്നവർ. പകലിനോട് പിണങ്ങി സൂര്യൻ എത്ര അകലേക്ക് പോയാലും അടുത്ത പുലരിയിൽ നിറഞ്ഞ സ്നേഹവുമായി ഉദിച്ചു വരും. അതുപോലെയാണ് ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധങ്ങളും. ഒരാളുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങിയാൽ പിന്നെ എന്തിൻ്റെ പേരിലാണെങ്കിലും സ്വന്തം വില കളഞ്ഞ് അങ്ങോട്ട് തിരിച്ചു പോകരുത്. അതിപ്പോൾ വളരെ മനോഹരമായ ബന്ധമാണെങ്കിലും. കാരണം നിന്നെ മാത്രമല്ല, നിന്റെ ആത്മാഭിമാനത്തെയും അത് ക്ഷതം ഏൽപ്പിക്കുമെന്ന് ഉറപ്പാണ്. കൂടെ ഉണ്ടായിരുന്നവരെ സങ്കടത്തിലാഴ്ത്തി നേടുന്ന സന്തോഷങ്ങളെല്ലാം എല്ലാ കാലവും ഉണ്ടാകുമെന്ന് കരുതരുത്. നഷ്ടപ്പെടുത്തിയതിൻ്റെ വില എന്നെങ്കിലും തിരിച്ചറിയും. തിരിച്ചറിവ് തരാതെ കാലം ഒരിക്കലും കടന്നു പോകില്ല. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആ മരത്തെ ആരും ശ്രദ്ധിക്കാറില്ല, തണൽ മാത്രം ആസ്വദിക്കുന്നു. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. തണലായി കൂടെ നിന്നവരെ ആരും ശ്രദ്ധിക്കാറില്ല, അവർക്ക് മുഖ്യം അവരുടെ സുഖം മാത്രമാണ്. തണൽ മാറി വെയിൽ വരുമ്പോൾ അടുത്ത തണൽ തേടി അവർ യാത്രയാവുകയും ചെയ്യും. അടർന്നു വീണ ഇലയെ നോക്കി നിൽക്കാനേ മരത്തിനാകൂ, വീണ്ടും തന്നിലേക്ക് ചേർത്തു വയ്ക്കാനാവില്ല. അതുപോലെയാണ് ചില ബന്ധങ്ങളും. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരാളെ സ്നേഹിക്കുന്നത് കാണുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിലൊന്ന്. നല്ലൊരു സമയം വരുന്നതും കാത്തിരിക്കരുത്. ഏറ്റവും അനുയോജ്യമായ സമയം എന്നൊന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നുവെങ്കിൽ അത് ഇപ്പോൾ ചെയ്യുക. നാം എല്ലാവരും മറ്റുള്ളവരെക്കാൾ നമ്മെ തന്നെ സ്നേഹിക്കുന്നു. എന്നാൽ നമ്മുടെ അഭിപ്രായത്തേക്കാൾ അവരുടെ അഭിപ്രായത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോവുക. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ അവസാനം ഒരുപാട് വേദനകൾ നമുക്ക് സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്. തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം. അല്ലാത്ത വാക്കുകളൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രം. തേളിനെ പോലെയാണ് ചിലർ. തട്ടിയാലും തലോടിയാലും കുത്തി നോവിക്കും. അവരുടെ നന്മയ്ക്കായി നീട്ടിയ കൈകളിൽ പോലും കുത്തി നോവിക്കുക എന്നത് അവരുടെ ജന്മപ്രകൃതമാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത്. ബാക്കിയുള്ളവർ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് വീക്ഷിക്കുന്നവർ മാത്രമാണ്.